ആ ഞാൻ വില്ലേജ് ഓഫീസർ പോവാ. കോഫി ഹൗസിലേക്ക് വരാം. ശരി. മോള് പേടിച്ചോ? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. പറ്റിയാൽ എന്താ മോളെ? സങ്കടപ്പെടാൻ ആരുമില്ലല്ലോ. അഞ്ജന എവിടെ പോയെന്നാ പറഞ്ഞേ? അവളുടെ കൂട്ടുകാരിയുടെ വീട്ടില്. ആ, വിവാഹക്കാരിയൊക്കെ പറയാനാ. ആ, അത് നന്നായി. ഭവാനി, പഴയ കാലത്തെ വിവാഹമായിരുന്നു നല്ലത്. മുറച്ചെറുക്കനെ കെട്ടുക. അതാവുമ്പോ പെൺകുട്ടികൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ബന്ധങ്ങൾക്ക് ശക്തിയും കൂടും. അതെ, അതുകൊണ്ടാ അഞ്ജന മുറച്ചെറുക്കനെ കെട്ടുന്നതും. ഭവാനി ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത് വളരെ അപൂർവമായൊരു കാഴ്ചയാണല്ലോ. അതിന്റെ അർത്ഥം ദുഃഖങ്ങളൊക്കെ മാറി വരുന്നു. ഭവാനിക്ക് ഇനി സങ്കടങ്ങളൊന്നും ഉണ്ടാവില്ല. അഞ്ജന കൂടെ ഉണ്ടല്ലോ. ആ അമ്മേ. ആ, നീ റെഡിയായോ? ആ, ഞാൻ റെഡിയായി നിൽക്കുമായിരുന്നു അമ്മേ. പാലുകാച്ചൊരു അകന്ന ബന്ധുവിന്റെയാ. ചെന്നില്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാരാണെന്നൊക്കെ പറയും. സൗഭാഗ്യപുരത്തെ എല്ലാരും ചെല്ലണമെന്നാ അവരുടെ ആവശ്യം. ഓ, അങ്ങനെ ജാഥ തയ്ച്ചോണ്ട് പോകേണ്ട ബന്ധമൊന്നുമില്ല. ഭവാനി വരുന്നുണ്ടോ? ഇല്ലമ്മേ. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കില്ലേ കുട്ടി? അത് സാരമില്ല. ഹലോ. ആ ഭൂമി, എന്നെ മനസ്സിലായോ? ഇല്ല അല്ലേ? ഇത് മുത്തശ്ശിയല്ലേ? സൗഭാഗ്യപുരത്തെ മുത്തശ്ശി. ആ, മനസ്സിലാക്കി. മുത്തശ്ശിയെ മറക്കില്ല, മുത്തശ്ശിയുടെ ശബ്ദവും മറക്കില്ല. സുഖാണോ മുത്തശ്ശി? സുഖമായിരിക്കുന്നു മോളെ. ആ ഭൂമി, ഞാൻ വിളിച്ചതേ, ഇന്ന് സമയം കിട്ടുവാണെങ്കിൽ ഇവിടെ വരെ അത് വരണം. വരാം മുത്തശ്ശി. ആ ശരി മോളെ. പോയിട്ട് വരാം ചേച്ചി. ആ ഭവാനി, ദേ ഭൂമി വരികയാണെങ്കിൽ ഇരിക്കാൻ പറയണം. പറയാമേ. നല്ല കുട്ടിയാ, ഭർത്താനവും പറഞ്ഞിരുന്നോ? വാ മോളെ. അവള് വരുന്നു, സത്യദാസിന്റെ മകൾ, ഈ വീടിന്റെ അവകാശി. ഈ വീട്ടിലെല്ലായിടത്തും CCTV ക്യാമറയുണ്ട്. ബുദ്ധിപരമായിട്ട് നീങ്ങണം. അവൾ ഇന്നും മടങ്ങിപ്പോവരുത്.
ഹലോ, ഇതെന്താ ഈയിടെയായിട്ട് എപ്പോഴും ഒരു ചിന്തയാണല്ലോ. എന്തു പറ്റി, വയ്യേ? മോളെ വിളിക്കണോ? എന്തിനാ മോളെ വിളിക്കുന്നേ? എന്തിനും മോളെ വിളിക്കട്ടെ. ഇതിപ്പോ ആദ്യമായിട്ടാണല്ലോ. ഏലാണെങ്കിൽ ആ മോളെ വിളിക്കുന്ന പറയുന്ന ആളാണ്. അവളല്ലേ ഈ വീട്ടിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണേ. അവളില്ലെങ്കിൽ എന്ത് ചെയ്യും? ചേടാ, എവിടെ പോവാൻ? കല്യാണം കഴിച്ചു പോവോ? അതോ ഇനി ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോവോ? എന്തോ മനസ്സിൽ വെച്ചിട്ടാ സംസാരിക്കണേ. എന്താണെങ്കിലും പറ. എനിക്ക് ചെറിയൊരു തലവേദന. വേദന വന്നാ കഴിക്കാൻ ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ടല്ലോ. മോളെ വിളിച്ച് ചോദിക്കാം മരുന്ന് എവിടെയാ വെച്ചിരിക്കണേന്ന്. തുടങ്ങി പാരായണം. മോളെ വിളിച്ച് ചോദിക്കട്ടെ എന്ന്. നിനക്ക് ഇവിടെ വന്നാ ജോലി? അച്ചേട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കണേ? അത് പിന്നെ നമ്മുടെ മോള് നഷ്ടമായാല് നിനക്ക് ജീവിക്കാൻ കഴിയുമോ? എങ്ങനെയാ അവള് നഷ്ടപ്പെടണേ? ഭൂമിയുടെ അച്ഛൻ വന്നു കൊണ്ടുപോയാലോ? അങ്ങനെ ആര് വരാനാ? ഇത്രയും കാലം വന്നില്ലല്ലോ. ഇനിയിപ്പൊ അവളെങ്ങനെ തിരിച്ചറിയാനാ? നിങ്ങൾ ധൈര്യമായിട്ടിരുന്നേ. പിന്നെ 22 വർഷമായിട്ടില്ലാത്ത അച്ഛൻ ഇപ്പൊ വരാൻ പോവല്ലേ? നമ്മുടെ മോള് അവളുടെ അച്ഛന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. കുറച്ചു ദിവസമായി ഞാനത് അറിയുന്നുണ്ട്. അവളങ്ങനെ പറഞ്ഞോ? ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നതാ. ആരാത്? ആരാന്ന് പറയാൻ സമയമായിട്ടില്ല. ഒരു ദിവസം അയാൾ വന്ന് നമ്മുടെ ഭൂമിയെ ചോദിക്കും. നിങ്ങൾക്ക് അവിടെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മറ്റൊരാളെ അവൾ അച്ഛാന്ന് വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. നിനക്കോ? അവള് വിട്ടുകൊടുക്കല്ലേ ചേട്ടാ. മോള് പോയാ നമുക്കങ്ങ് മരിച്ചു കളഞ്ഞേക്കാം. അത്രയുള്ളൂ. നീ സങ്കടപ്പെടണ്ട. മഹാരാജാവ് വന്നാലും കൊടുക്കില്ല. ബലാത്കാരമായിട്ട് കൊണ്ടുപോയാൽ ഇല്ല. അതിനൊരു മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. മോള് വരുമ്പോ പഴയതുപോലെ ഒന്നും അറിയാത്ത പോലെ ഇരിക്കണം. നെഞ്ചിന് തീയും വെച്ചോണ്ട്. മോളോട് വേദനയുടെ മരുന്ന് എവിടെ ആയിരിക്കുന്നു ഒന്ന് വിളിച്ചു ചോദിക്കേ. ചെല്ലേ. അവള് വരട്ടെ. സത്യന്റെ മകൾ
ഇവിടെ തീരണം. ഈ വീടുമായി എനിക്കെന്തോ ബന്ധമുള്ളതുപോലെ. മോളെ, കോഫി ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. അജയുടെ ഓഫീസിന്റെ എതിർവശത്താണല്ലേ? അതെ. എങ്ങനെ അറിയാം? മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും ഞാനും. ഒറ്റ മോളാ? അതെ. ഇവിടെ തന്നെയാ സ്വന്തം സ്ഥലം? അല്ല, 2 വർഷമായുള്ളൂ ഇവിടെ വന്നിട്ട്. എന്താ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വരൂ. അല്ല, മുത്തശ്ശിയില്ലേ? ഇല്ല, ഉടനെ വരും. ഭൂമി വന്ന വിളിച്ചിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചായ പോലും ഇടാൻ കഴിയില്ലെന്നേ. അടുക്കളയെല്ലാം ചീത്തയായി കിടക്കുക. സെർവന്റ് വന്നില്ല. അല്ല, ഭൂമിക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? അല്ല, കഴിയെങ്കിൽ മതി കേട്ടോ. ആ, അതിനെന്താ, ഞാൻ ചെയ്യാം. ആ, എന്നാ വരൂ. ആ. കുറച്ച് അധികം പാത്രം കഴുകാനുണ്ടെന്ന് തോന്നുന്നു. അതിനെന്താ, കഴുകാം. ആദ്യം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരയിട്, എന്നിട്ട് പാത്രം കഴിക്കാൻ മതി. ശരി. ഈ വീട്ടിലെ രാജകുമാരിയാ ഇപ്പൊ ദേ ബാല്യക്കാരിയായി. അവള് കഴുകാൻ പാത്രം എടുക്കുന്നു, ഷോക്ക് അടിക്കുന്നു. നിലവിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. കറണ്ട് പോയോ? ഏയ്, പവർ ഉണ്ടല്ലോ. ഇനി ഇൻവെർട്ടറിന്റെ ലൈനാണോ? ഒന്ന് നോക്കിയേക്കാം.
അവിടെ ഇരിക്കാം, പതുക്കെ. ഇരിക്ക്. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട. ഭൂമി വരില്ലേ മോളെ? വരൂ ഉമ്മ. നമുക്കേ ഒരു പാൻ ഇന്ത്യൻ കഥ പ്ലാൻ ചെയ്താലോ? വേണ്ട ശിവ, നമുക്ക് സാധാ കഥ മതി. ആ, ഭൂമി 4 ചായ. ആ, ഓക്കെ. ചേച്ചി, 4 ചായ അകത്തേക്ക്. എന്താ ഉമ്മ? അയാൾ എന്നെ തല്ലി മോളെ, ജീവനാംശം കിട്ടാത്തതിന് പരാതിപ്പെട്ടിട്ട്. ഉമ്മ വിഷമിക്കണ്ട, അയാളെ സ്റ്റേഷനിൽ വരുത്താം. ശരി. ഉമ്മ നാളെ രാവിലെ ഇങ്ങോട്ട് പോരെ, പരാതി എഴുതാം. ലക്ഷ്മി ചേച്ചി, ഉമ്മയ്ക്ക് ചായ കൊടുത്തോ? ഞാൻ കുടിച്ചു മോളെ, ഞാൻ കാശൊന്നും കൊടുത്തിട്ടില്ല. അതിന് കാശ് ഇപ്പൊ ആരാ ചോദിച്ചേ? അതൊക്കെ പോട്ടെ, എങ്ങനെ മടങ്ങും? ബസ്സുണ്ട് മോളെ. ചേച്ചി, ഒരു 100 രൂപ ഇങ്ങോട്ട്. പൈസ ഒന്നും വേണ്ട മോളെ. ഇരിക്കട്ടെ, നാളെ ഇങ്ങോട്ട് വരാനുള്ളതല്ലേ? അതെ, ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ വരണോ? വേണ്ട. പോയിട്ടോ. ഭൂമി, ഞങ്ങളുടെ പറ്റും തീർത്തില്ല കേട്ടോ. സിനിമയുടെ അഡ്വാൻസ് വരട്ടെ. അതെ, നിങ്ങളെ വലിയ തിരക്കഥാകൃത്തുകളായിട്ട് കണ്ടാ മതി. മോളെ, കട അടയ്ക്കാൻ സമയമായി, എല്ലായിടത്തും വെക്കട്ടെ? വേണ്ട ചേച്ചി, ഒരു 11 മണി വരെ ഇരിക്കാം. ഇനി എന്നും ഇങ്ങനെയാ, കുറച്ചധികം കാശിന്റെ ആവശ്യമുണ്ട്. ചേച്ചി വയ്ക്കോ? ശരി. എന്നാലും അവള് എന്തൊരടിയാ അടിച്ചത്. അത് കഴിഞ്ഞ് ഇലക്ട്രിക് തിയറി പഠിപ്പിക്കലും. കൃഷ്ണ, ഗുരുവായൂരപ്പ. എന്താ അമ്മേ വൈകിയത്? ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോ ഒരാഗ്രഹം, മൂന്നാർ വരെ ഒന്ന് പോകണമെന്ന്. സത്യന്റെ റിസോർട്ടിന്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. പിന്നെ സുമിത്ര അഭിരാമിയെ കാണാതെ പോയ സ്ഥലത്തും പോയി. അവിടെ വെച്ച് ഒരു കാർന്നോരെ കണ്ടു. അയാൾക്ക് എന്തൊക്കെയോ അറിയാവുന്ന പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്താ അയാള് പറഞ്ഞത്? അയാൾക്ക് അത്ര ഓർമ്മയൊന്നുമില്ല, കണ്ടാൽ അറിയാൻ പ്രായം. എന്തൊക്കെയോ പറയുന്നു. നിനക്ക് എന്ത് പറ്റി മോളെ? ഒരു ശരീരവേദന. വല്ല മുറിവെണ്ണയോ വല്ല പുരട്ടാൻ പാടില്ലായിരുന്നോ? ഇടാമേ. അയ്യോ, ഭൂമി വന്നില്ലായിരുന്നോ മോളെ?
വന്നിരുന്നു, കുറെ നേരം ഇരുന്നു. ഞാനാ പറഞ്ഞത് അമ്മ വന്നിട്ട് വിളിക്കാന്ന്. അയ്യോ കഷ്ടമായി പോയി. ഞാൻ അവളെ വിളിച്ചോളാം. സംഗീത, ആ കാരണവര് എന്തെങ്കിലും പറഞ്ഞോ? എന്ത് കാര്യം? അല്ല, അഭിരാമിയെ കാണാതെ പോയതിന്റെ എന്തേലും? ആ, അമ്മയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആ ഭൂമി, ഞങ്ങളും പോയിക്കാം. ശരി. അതെ, കഥ കിട്ടിയിട്ടില്ലെങ്കിൽ പറയണേ, ശരിയാക്കാം. നല്ല കഥയുണ്ടോ? എന്റെ കഥയാ. എല്ലാവരിലും ഒരു കഥയുണ്ടെന്നാ. ഒരു ദിവസം നമുക്കിരിക്കാം. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. വിട്ടോ. എന്നാ ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. വാടാ. ഹലോ. മോളെ ഭൂമി, ഉറക്കമായോ മോളെ? ഇല്ല മുത്തശ്ശി, ഉറങ്ങിയിട്ടില്ല. സോറി പറയാനാ മോളെ വിളിച്ചത്. ഞാനേ വരാൻ അല്പം വൈകിപ്പോയി. അതിനെന്തിനാ സോറി? മോളെ, അജയുടെ അഞ്ജനയുടെ വിവാഹ നിശ്ചയം വരിക. കുറച്ച് പലഹാരം ഉണ്ടാക്കി തരാൻ കഴിയുമോ? പിന്നെന്താ, ഞാനൊരു ദിവസം അങ്ങോട്ട് വരാം മുത്തശ്ശി. ശരി മോളെ. സാറിന്റെ മനസ്സിലെ ഒരു പിഞ്ച് ഹൃദയമുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഹൃദയം. ആണെങ്കിലും ഞാൻ വിട്ടുകൊടുക്കില്ല. ആ നിമിഷം മോളെയും കൊണ്ട് ഞാൻ നാട് വിടും. എങ്കിൽ ഭൂമിയെ കൊണ്ടുപോകുന്നത് എന്റെ സ്വാതന്ത്ര്യം. നിന്നെ ഞാൻ കുറ്റിയടിച്ച് അതില് കെട്ടും. ആ കുറ്റിക്ക് ചുറ്റും മാത്രമേ നീ കറങ്ങൂ.